എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കോപ്പി റൈറ്റ് അല്ലേ. അപ്പോൾ അതിന് പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. ആദ്യം നമുക്ക് എൻ്റെ ഏത് വീഡിയോയ്ക്കാണ് കോപ്പി റൈറ്റ് വന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ അതിന് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി, അതിന് ശേഷം ഏതാ വീഡിയോ എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ തമ്പ് ലൈനൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ അപ്ലോഡ് ചെയ്തതും ഞാൻ നോക്കി. ചില വീഡിയോസ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പബ്ലിക്കാക്കാത്ത മുന്നേ തന്നെ കോപ്പി റൈറ്റ് എന്ന് ഇതവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കോപ്പി റൈറ്റ് വരാറുണ്ട്. ഇതെനിക്ക് പബ്ലിക് ആക്കാത്ത മുന്നേ തന്നെ കോപ്പി റൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് മാറ്റാം. അപ്പം അതിന് നമ്മൾ ക്രോം ആപ്പ് നമുക്കത് ഡൗൺലോഡ് ഉണ്ടായിരുന്നു ഫോണിൽ. അപ്പം അത് നമുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ലോഗിൻ കാണുന്നുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അടിച്ചു കൊടുത്ത് സെർച്ചിൽ, എന്നിട്ട് ലോഗിൻ ഓപ്ഷൻ എടുത്തു. അതിൽ സ്റ്റുഡിയോ ഓപ്പൺ ആക്കി. ഒരു മിനിറ്റ്, എൻ്റെ റേഞ്ച് നെറ്റ് സ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെയൊരു പേജ് കാണും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വേണ്ടത് കണ്ടൻറ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇവിടെ സെക്കൻഡ് മുകളിൽ നിന്ന് സെക്കൻഡ് കണ്ടൻറ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിന് ശേഷം കണ്ടൻറ് മൂന്നാമത്തത് കേട്ടോ, നാലാമത്തത് കണ്ടൻറ് എന്ന് കാണാം. അപ്പോൾ അതിൽ നമുക്ക് പ്രസ് ചെയ്താൽ ഇങ്ങനെ വീഡിയോസ് നമ്മുടെ എല്ലാം വരും. ഇതവിടെ പബ്ലിഷ് ചെയ്തത്, ഇതവിടെ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വരും. അങ്ങനെ എല്ലാ നമ്മുടെ വീഡിയോസും കണ്ടില്ലേ കോപ്പി റൈറ്റ് എന്ന് കാണിക്കണ. അപ്പോൾ നമ്മുടെ ഏത് വീഡിയോയ്ക്കാണ് കോപ്പി റൈറ്റ് വന്നതെന്ന് ഇവിടെ കാണിക്കും. ഫസ്റ്റ് ഉണ്ട് കോപ്പി റൈറ്റ്. അപ്പം നമുക്ക് ഈ കോപ്പി റൈറ്റിൽ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പം സി ഡീറ്റെയിൽസ് എന്ന് കാണും. അപ്പം അതിലൊന്ന് അമർത്തി കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സി ഡീറ്റെയിൽസ് എന്നുള്ള അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കാണാം, ഇങ്ങനെ വരും. അപ്പം നമ്മൾ ചാനൽ സെലിബ്രിറ്റി ഏത് സോങ്ങിനാണ് ഇവിടെ കോപ്പി റൈറ്റ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ താഴെ അപ്പോൾ നമുക്കത് ടേക്ക് ആക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടേക്ക് ആക്ഷനിൽ നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ടേക്ക് ആക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് വരും. എറൈസ് സോങ്, അതേപോലെ റീപ്ലേസ് സോങ്, അങ്ങനെ 2 കട്ട് സോങ് അങ്ങനെ വരും. അപ്പം നമുക്ക് അതിൽ റീപ്ലേസ് സോങ് ആണ് നമുക്ക് ആവശ്യം. അതായത് സോങ്ങിന് മുഴുവനായിട്ട് നമുക്ക് കളഞ്ഞിട്ട് ഡിലീറ്റ് ആക്കിയിട്ട് നമുക്ക് വേറെ സോങ് ആഡ് ചെയ്യാനാണ് റീപ്ലേസ് സോങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൽ അമർത്തിയിട്ട് നമുക്കിവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ താഴെ തന്നെയുണ്ട്. അതിൽ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഭയങ്കര സ്ലോ ആണല്ലേ. അപ്പോൾ ഞാൻ കല്യാണ തലേ ദിവസം നടന്നത് ആ വീഡിയോയ്ക്കാണ്. അതിൽ കുറച്ച് ഭാഗം നമ്മൾ സോങ് കൊടുത്തവിടെയാണ് റെഡ് കളർ കണ്ടില്ല, അവിടെയാണ് കോപ്പി റൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെഡ് കളർ കാണുന്നില്ല, അവിടെയാണ് കോപ്പി റൈറ്റ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വോയിസ് ഓവർ കൊടുത്തത് കൊണ്ട് അവിടെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ അങ്ങനെ എടുത്തപ്പോൾ അവിടെ യൂട്യൂബിൽ സോങ്ങുകൾ വന്നിട്ടുണ്ട്. ലൈബ്രറിയിലല്ല, ഫസ്റ്റ് തന്നെ നമ്മൾ സോങ് ഒരു 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയും പോയി സെർച്ച് ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ, അവിടെ തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത സോങ്ങാണ്. അപ്പോൾ കോപ്പി റൈറ്റ് ഇല്ലാത്ത സോങ്ങാണ്. അപ്പോൾ ഇതിൽ ഏത് സോങ്ങാണോ നമുക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്കതിൽ അമർത്തി കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. അതിനപ്പോൾ ഏറ്റവും അടിയിൽ അവിടെ ഒരു പ്ലസ് കണ്ടില്ല, അതിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ആഡ് എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. റെഡ് കളർ പോയിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഒരു സേവ് ബട്ടൺ കാണും, ഒരു സേവ് എന്ന ഒരു ബ്ലാക്ക് കളറിൽ. അപ്പോൾ നമുക്ക് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഇങ്ങനെ കൺഫേം ചെയ്യാനാണ്. അപ്പോൾ അതവിടെ ഒരു പെട്ടിയില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിലൊന്ന് ഈ പെട്ടിയിൽ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൺഫേം കൊടുക്കാം കേട്ടോ. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോങ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ സോങ് പോയി, ഇപ്പോൾ പുതിയ സോങ് ആഡ്, കോപ്പി റൈറ്റ് ആ സോങ് ഡിലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പുതിയത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതവിടെ കണ്ടില്ലേ ഓക്കെ ആയി.
അപ്പോൾ അവിടെ പ്രോസസ്സിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോസസ്സിങ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഓക്കെ ആവണമായിരിക്കുന്നുണ്ട്. അതവിടെ ഞാൻ പിന്നെയും സ്റ്റുഡിയോ ഓപ്പൺ ആക്കി ഇതാ പ്രൈവറ്റ് ചെക്കിങ് എഡിറ്റ് പ്രോസസ്സിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഓക്കെ ആവും. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആ വീഡിയോ കോപ്പിറൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് എടുത്തത് ഈ വീഡിയോൻ്റെ അത് മോളൊന്ന് അമർത്തിയപ്പോൾ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ രണ്ടാം പ്രാവശ്യം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. സോറി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോപ്പിറൈറ്റായ വീഡിയോ നമുക്കത് കോപ്പിറൈറ്റ് എടുത്തു കളയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.